ഹായ്, ഞാൻ സ്മൃതി അനീഷ്. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു തരുന്നത്. ലൂപ്പ് വിത്ത് കീ ഹോള്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം സ്റ്റിഫ് ഇതുപോലെ എടുക്കുക, ക്യാൻവാസ്. എന്നിട്ട് നമുക്ക് ഇതേപോലെ മടക്കി വെച്ചിട്ട് നമുക്ക് വേണ്ട കഴുത്തകലം എത്രയാണോ ആ കഴുത്തകലം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 3 ഇഞ്ച് കഴുത്തകലം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു ലൈൻ 1/2 ഇഞ്ച് താഴ്ത്തി വരച്ചു. അത് നമുക്ക് ബ്രിഡ്ജിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് കഴുത്തിറക്കം എത്രയാണ് വേണ്ട അതിൻ്റെ ഒരു 1/2 ഇഞ്ച് കഴുത്തിറക്കവും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ താഴെ ഞാൻ ഇതുപോലെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് ഇതേപോലെ ഒരു സ്ക്വയർ ഷേപ്പ് ഇതുപോലെ വരച്ചിട്ട് ഇതേപോലെ ഒരു കർവ് വരച്ചു കൊടുത്തു. അപ്പോൾ ആ ഒരു കർവ് ഷേപ്പ് യു പോലെ ഷേപ്പ് ഫ്രണ്ടിൽ കിട്ടാനാണ് ഇതുപോലെ വരച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയും താഴത്തേക്കുള്ള നമുക്ക് ഹോളിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്രയുമാണ് ഹോളിൻ്റെ വിഡ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് താഴത്തേക്ക് ലെങ്ത് കൊടുക്കുക. ലെങ്ത് കൊടുത്തിട്ട് അവിടെ ഇതുപോലെ ഒരു ബോക്സ് ആക്കിയിട്ടുണ്ട്. ഇതിനുള്ളിൽ നിങ്ങൾക്ക് എത്ര വീതിയിലും എത്ര ലെങ്തിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ നെക്ക് ലെങ്തിന് ഡിഫറൻസ് വരും കേട്ടോ. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇതേപോലെ ലെങ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ഷേപ്പ് കൊടുക്കണമെങ്കിൽ ആ ഒരു ഷേപ്പ് കൊടുക്കാം. ഇനി അല്ല കുറച്ചുകൂടെ ലെങ്തിയിൽ കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഷാർപ്പായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ലൂപ്പ് വെക്കുമ്പോൾ അവിടെ നമുക്ക് ശരിയാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലൂപ്പ് വെക്കേണ്ടതായതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഒരു 2 പോയിന്റ് താഴത്തേക്ക് മാർക്ക് ചെയ്ത് അവിടെ നിന്നാണ് ഞാൻ ആ ഒരു ഹോൾ ഇതേപോലെ വരച്ചു കൊടുക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഇതേപോലെ ഞാനിപ്പോൾ 1 ഇഞ്ചോ 1.5 ഇഞ്ച് വീതിയിലാണ് താഴത്തേക്ക് ലെങ്ത് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി ഞാൻ താഴത്തേക്കൊന്ന് ഇറക്കി വരച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ഷേപ്പ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ വരച്ച് കൊടുത്ത് നമുക്കിതേ ചുറ്റും ഇതേപോലെ 1 ഇഞ്ച് വിഡ്ത്തിൽ ഇതേപോലെ അതേപോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എങ്കിൽ മാത്രം നമുക്ക് തുണിയിലേക്ക് വെച്ച് അയൺ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഈ ഒരു വിഡ്ത്ത് 1 ഇഞ്ച് മെയിൻറ്റെയിൻ ചെയ്യണം. 1 ഇഞ്ചോ 3/4 ഇഞ്ചോ ആയാലും വിഡ്ത്ത് മതി ചുറ്റും കട്ട് ചെയ്യുന്നതിനായിട്ട്. എന്നിട്ട് ഇതേപോലെ ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നു. സെൻറ്റർ പാർട്ട് ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുവാണ്. ആ ഒരു ബ്രിഡ്ജിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രം നമുക്ക് തുണിയിലേക്ക് വെക്കുന്ന സമയത്ത് ഒരു നെക്ക് ഒരുപാട് വൈഡായി പോകാതിരിക്കുകയുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഇവിടെ കുറച്ച് വീതി നമുക്ക് ഓൾറെഡി ലൂപ്പ് വെക്കുന്നുണ്ട്. അവിടെ ക്ലോസ് ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് അവിടെ ഒരു വിഡ്ത്ത് കൊടുത്ത് ഇതേപോലെ ഈ ഒരു ഷേപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി ഇത് നമ്മൾ ഒരു ഫാബ്രിക്കിന് ഏതെങ്കിലും ലൈനിങ് ഫാബ്രിക്കോ അതിൻ്റെ പുറത്തേക്ക് ഇതേപോലെ വെച്ച് നമുക്ക് ഫേസിങ് വെക്കാനായിട്ടാണ് ഈ ഒരു ഷീറ്റ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വെച്ച് നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന് ഈ ഒരു ക്യാൻവാസിലുള്ള ആ ഒരു ഗ്ലൂ ഫാബ്രിക്കിലേക്ക് ഇറങ്ങി ഈ ഒരു ഫാബ്രിക്കും ഇത് നമ്മൾ ഒട്ടി അത് സെറ്റ് ആയിക്കോളും. എന്നിട്ട് നമ്മൾ ചുറ്റും ഒരു 1/4 ഇഞ്ച് വീതിയിലോ 1/2 ഇഞ്ച് വീതിയിലോ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. മുകളിലത്തെ ഭാഗം ചേർത്ത് തന്നെ കട്ട് ചെയ്തോളുക. എന്നിട്ട് ഇതേപോലെ മെഷീനിൽ വെച്ചിട്ട് ഇതേപോലെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു ഫിനിഷിങ് കിട്ടാനായി ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു കോർണർ കട്ട് ചെയ്ത് കൊടുത്തത് നമുക്ക് അവിടേക്ക് മടങ്ങി വരാനായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഏത് നെക്ക് ഡിസൈൻ ഇതുപോലെ വരച്ചിട്ട് ഇതേപോലെയാണ് നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതേപോലെ എവിടേക്കാണോ നിങ്ങൾക്ക് നെക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അവിടേക്ക് ഇതേപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്റർ പാർട്ടിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ലൂപ്പിന് വേണ്ടിയിട്ട് ഇതേപോലെ ക്രോസിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ലൂപ്പിന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട ലൂപ്പിൻ്റെ ലെങ്ത് എത്രയാണ് അതിനേക്കാൾ ഒരു 2 ഇഞ്ച് കൂടുതൽ ലെങ്തിൽ നിങ്ങൾ ഈ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്ത് എടുത്ത് കൊടുക്കുക. എന്നിട്ട് വിഡ്ത്ത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ത്രെഡ് എടുക്കുക. ത്രെഡ് എടുത്തതിന് ശേഷം ഇതിനുള്ളിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. കട്ടിയുള്ള ത്രെഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ വണ്ടി നൂലുണ്ട്, അത് 2 or 3 മടക്കായിട്ട് ഇട്ടിട്ടായാലും വെച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ അറ്റം ഒന്ന് കെട്ടിക്കൊടുക്കണം. കെട്ടിക്കൊടുത്തിട്ട് ഇതേപോലെ സെൻറ്റർ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് മടക്കി എന്നിട്ട് 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് ഇങ്ങോട്ടേക്ക് ഇതേപോലെ ഒരു സ്റ്റിച്ച് നമ്മൾ ഇട്ട് കൊടുത്തു. സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് കറക്റ്റായിട്ട് ഇത് അരികെ ചേർത്ത് തന്നെ ഇതേപോലെ വെക്കണം. അല്ല തയ്ക്കുമ്പോൾ നമ്മൾ കയറി വരരുത് ഈ ഒരു നൂല്. നമ്മൾ ആദ്യം കുറച്ചൊരു വീതി കൂട്ടി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നു. വീതി കൂട്ടി സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമ്മളൊരു 2 സ്റ്റെപ്പ് വരെ വീതി കൂട്ടി വന്നിട്ട് താഴത്തേക്ക് വരും. നമ്മൾക്ക് ഏറ്റവും തിന്നായിട്ട് ചെയ്യുമ്പോൾ അത്രയും നിങ്ങൾക്ക് തിന്നായിട്ട് ഇതേപോലെ ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾ വീതി കൂട്ടി നമുക്ക് തിരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. കണ്ടോ? ആദ്യം ഒരു വീതി കൂട്ടിയെങ്കിലും നമ്മൾ 1 ഇഞ്ച് താഴ്ത്തി കഴിയുമ്പോൾ വീതി കുറഞ്ഞു വരും. അപ്പോൾ ആദ്യം നമുക്കത് തിരിച്ച് ടേൺ ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പം. ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒരു പിൻ കുത്തിയിട്ട് ബാക്കിലൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ട് ഈസി ആയിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ വളരെ ഈസി ആയിട്ട് ഇത് തിരിഞ്ഞ് വരും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ലൂപ്പ് തിരിച്ചിടാനായിട്ട് പറ്റും. വലിയ ലെങ്തി വൈസ് ഡോറിയൊക്കെ ഇതേപോലെ ചെയ്യാൻ പറ്റുമേ. എന്നിട്ട് നമുക്ക് വേണ്ടത്ര നമുക്ക് ആ എഡ്ജിൽ ആ ഒരു തിക്നെസ് ഉള്ള ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് എത്രയാണ് ലൂപ്പിൻ്റെ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിലും തിന്നായിട്ടൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇവിടേക്കാണ് ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത് തയ്ച്ച് കഴിഞ്ഞ് വരണമെങ്കിൽ നമ്മൾ ഇതിപ്പോൾ കാണുന്നതിൻ്റെ റോങ് സൈഡാണ്. ഇതിൻ്റെ എവിടെയാണോ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ ബാക്ക് സൈഡിലാക്കിയാണ് വെക്കേണ്ടത്. ഇതേപോലെ ബാക്ക് സൈഡിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ എവിടെയാണ് വരേണ്ടത് ഇതുപോലെ നല്ല വശത്ത് ഇതേപോലെ ഈ ഒരു രീതിയിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നൊരു സ്റ്റിച്ച് ഇടുന്നതാണ്. ഈ ഒരു സ്റ്റിച്ച് ഇടുന്ന അവിടെ നിന്ന് നമ്മൾ തയ്ക്കുന്ന സമയത്ത് തെന്നി മാറി പോകാതിരിക്കുക. ഇത് നമ്മൾ ലാസ്റ്റ് നമ്മളിത് അഴിച്ചുവിടും ഈ ഒരു തയ്യൽ.
അപ്പോൾ ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉടക്കി വെച്ച് കൊടുക്കുക. ഒരുപാട് അങ്ങ് ടൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട, ഉടക്കി വെച്ചിട്ട് ഒരുപാട് സീം അലവൻസ് ബാലൻസ് നിൽക്കുന്നെങ്കിൽ അതിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് എവിടെയാണോ ഈ ഒരു നെക്ക് വെക്കേണ്ടത് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ ഇതേപോലെ വെച്ചിട്ട് ഇതേപോലെ ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിൻ്റെ രീതിയിൽ തന്നെ ഇതേപോലെ തയ്ച്ച് വരിക. നമുക്ക് വേണ്ട ഷേപ്പ് അനുസരിച്ച് ഇതേപോലെ തയ്ച്ച് വരാവുന്നതാണ്. നമ്മുടെ ആ ലൂപ്പ് അവിടെ ഇരിക്കുന്നുണ്ട്, തിരിച്ചിടുമ്പോൾ ലൂപ്പ് കറക്റ്റായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ വന്നോളും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ തയ്ച്ചു കൊടുത്തു. കണ്ടോ, ഈ ഒരു രീതിയിൽ ഫുള്ളും തയ്ച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു ലൂപ്പ് ഉടക്കി വെച്ച ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് അഴിച്ച് കളയണം. അഴിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഇവിടെ തയ്യൽ തുമ്പ് നിർത്തിക്കൊണ്ട് ഇതേപോലെ ആ ഒരു നെക്ക് ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. തയ്യൽ തുമ്പ് നിർത്തും നമുക്ക് തിരിച്ചിടുമ്പോൾ അല്ലെങ്കിൽ ത്രെഡ് എല്ലാം വലിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇതുപോലെ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് കയറി പോകരുത്. കോർണറുകളൊക്കെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് നോച്ചസ് എല്ലാം ഒന്ന് കട്ടിങ്സ് ഒന്ന് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇത് വളരെ ഭംഗിയായിട്ട് ഇരുന്നോളും. കണ്ടോ, ഇതേപോലെ നമ്മൾ തിരിച്ചിട്ടെല്ലാം കൊടുത്തു. ലൂപ്പ് നേരെ മുകളിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഇവിടെ ഒരു ബട്ടനൂടെ കൊടുക്കണം. ഷോ ബട്ടണോ എന്ത് ബട്ടൺ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തയ്ച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു സാധാരണ ഒരു ബട്ടൺ ഇവിടെ തയ്ച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഈസി ആയിട്ട് കീ ഹോൾ വിത്ത് ലൂപ്പും വെച്ച് ബട്ടണൊക്കെ വെച്ച് വളരെ ഭംഗിയായിട്ട് കുർത്തിയൊക്കെ തയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.